ഹലോ, നമുക്ക് ഇന്നൊരു ബീഫ് റോസ്റ്റ് കണ്ടാലോ. അതിനായിട്ട് ചൂടായ ഓയിലിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് ഒന്ന് ജസ്റ്റ് ചതച്ച് അത് ചേർത്ത് നല്ല രീതിയിൽ മൊരിയിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 3 സവാള കനം കുറച്ചരിഞ്ഞ് അത് നല്ല രീതിയിൽ വഴറ്റി കൊടുത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി അതിൻ്റെ ആ പച്ച മണമൊക്കെ മാറി ഒരു മെറൂൺ കളർ ആവുന്നതിന് തൊട്ട് മുന്നേ വരെ നമ്മൾ ചേർത്തു. അത് കഴിഞ്ഞത് മുരിഞ്ഞ് വന്നപ്പോൾ അതിലോട്ട് ഒരു 2 തക്കാളിയും കൂടി ചേർത്ത് മൂടി വെച്ച് നല്ല രീതിയിൽ അത് ഉടച്ചെടുത്തു. അപ്പോൾ മൂടി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അത് അടിയിൽ പിടിക്കരുത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുത്തത്. മസാലപ്പൊടി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഒരു 4 ടേബിൾ സ്പൂൺ കുരുമുളകിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ ഗരം മസാലയും ഒരു ഇത്തിരി ബീഫ് മസാലയും ചേർത്ത് വറുത്ത് പച്ചമണം മാറിക്കഴിഞ്ഞപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം പൊടിച്ചെടുത്ത് അത് നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇത് കരിഞ്ഞ് പിടിക്കാണ്ടിരിക്കാൻ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഇടയ്ക്ക് ആയിട്ട് നമ്മൾ ബീഫ് വേവിച്ച ആ ഒരു വെള്ളമില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ നല്ല രീതിയിൽ ഇളക്കി പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ വേവിച്ച ബീഫ് ഇട്ട് കൊടുക്കേനെ. ബീഫിലേക്ക് ഞാൻ സവാളയും ഒരു 5-6 ചെറുള്ളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു ഇത്തിരി ഓയിലും കൂടി ഒഴിച്ച് നല്ല രീതിയിൽ മിക്സാക്കി ഒരു 10-14 വിസിൽ വരെ വേവിച്ചെടുത്തു. പിന്നെ ബീഫ് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഒരു നാരങ്ങനീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടി ഇട്ട് നല്ല രീതിയിൽ ഇളക്കി പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്തോണം എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അങ്ങനെ എല്ലാം കൂടി ഇളക്കി മൂടി വെച്ചു ബീഫ് റോസ്റ്റ് റെഡി.